കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. മനോഹരമായ ഈ രാത്രിക്കാട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി 2 കൊരിന്ത്യർ 5-21 വാക്യം. ഹല്ലേലൂയ. 2 Corinthians chapter 5 verse 21. അവിടെ എഴുതിയിരിക്കുന്നത്, For he had made him to be a sin for us, who knew no sin, that we might be made the righteousness of God in him. Praise the Lord. പാപമറിയാത്തവനെ നാം ദൈവത്തിൽ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് പാപമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ കർത്താവിന്റെ സന്നിധിയിൽ അടച്ച് നമ്മുടെ തലകളെ സന്നിധിയിൽ കുരിച്ച് ഇന്നത്തെ രാത്രി ദൈവവചനം പ്രസംഗിക്കുവാനും അതിൽ ഏറ്റെടുക്കുവാനും ഉള്ള കൃപയ്ക്കാണ് യാചിക്കാം. ഹൃദയങ്ങളെ അറിയുന്ന പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രി അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾക്ക് വീണ്ടും തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനാൽ സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. ഇന്നത്തെ രാത്രികാലം അവിടുത്തെ വചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ, യേശു കർത്താവ് ആരെന്നറിയുവാൻ, സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികളെ കേൾക്കുവാൻ, ഹൃദയങ്ങൾ ഞങ്ങളെ രൂപാന്തരപ്പെടുവാൻ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ദൈവവചനത്തിന്റെ മുമ്പാകെ ഇന്നത്തെ രാത്രി നമ്മൾ ആമുഖമായിട്ടിരിക്കുമ്പോൾ കഴിഞ്ഞ മെസ്സേജ് നമ്മൾ കേട്ടതിനെ കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്നത്തെ രാത്രിയിൽ നമ്മൾ കേൾക്കുന്ന മെസ്സേജ് കഴിഞ്ഞ മെസ്സേജിന്റെ ബാക്കിയാണ്. കഴിഞ്ഞ മെസ്സേജ് നമുക്കറിയാം. അത് കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോയിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ കഴിഞ്ഞ മെസ്സേജിന്റെ ടൈറ്റിൽ യൂട്യൂബിലുണ്ട്, വാട്ട് ഈസ് മാൻ ബിഫോർ ഗോഡ്. ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യൻ ആരാണ്? ആ സബ്ജക്റ്റ് കഴിഞ്ഞ ആ മെസ്സേജിൽ നമ്മൾ കേട്ടത്. മനുഷ്യന്റെ പ്രവൃത്തികളോ ദൈവസന്നിധിയിൽ അവൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികളോ എന്ന് പറയുന്നവയോ, ഹല്ലേലൂയ സ്തോത്രം, അവന്റെ ജീവിതത്തിൽ അവൻ ജനിച്ചത് നന്മയുടെ വഴികളിലാണെങ്കിൽ, അതോ ജീവിതകാലം മുഴുവനും പ്രൈസ് ദി ലോർഡ് ഏത് മനുഷ്യനും ഏത് ഹോളി മാൻ പരിശുദ്ധനായ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവൻ ചെയ്യുന്ന യാതൊരു പ്രവൃത്തികളും ദൈവത്തിന്റെ സന്നിധിയിൽ അവനെ നിർത്തുകയില്ല, നീതീകരിക്കുകയില്ല എന്നുള്ള വചനമാണ് നമ്മൾ കഴിഞ്ഞ മെസ്സേജിൽ കേട്ടത്. ഇന്നത്തെ രാത്രികാലം ദൈവവേദനയെ പ്രൈസ് ഗോഡ് നാം ഈ വചനത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്നത്തെ രാത്രി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ മനോഹരമായ ചില വചനങ്ങൾ, ദൈവവചനത്തിന്റെ കാതലായ സുവിശേഷത്തിന്റെ കാതലായ ചില മർമ്മങ്ങൾ ഇന്നത്തെ രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിന് ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു? എന്തിന് ക്രിസ്തു പ്രൈസ് ദി ലോർഡ് ദൈവമായിരുന്നവൻ, സാക്ഷാൽ ദൈവമായിരുന്നവൻ, ഹല്ലേലൂയ ദൂതന്മാരുടെ ആരാധനാമൂർത്തിയായിരുന്നവൻ, പ്രൈസ് ദി ലോർഡ് സ്വർഗത്തെ പണിഞ്ഞവൻ, പ്രപഞ്ചത്തെ പണിഞ്ഞവൻ, എന്തിനവനൊരു മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് പിതാവാം ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു? പ്രൈസ് ദി ലോർഡ്. ഒരുവൻ കാൽവറി ക്രൂശിൽ മരിച്ചത് കൊണ്ട് എങ്ങനെ മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് പീപ്പിൾ, ഹല്ലേലൂയ ബില്യൺസ് ഓഫ് പീപ്പിൾ, ഹല്ലേലൂയ സ്തോത്രം, ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരാകും. അത് മാത്രമല്ല, നീതിമാനായ ദൈവത്തിന് എങ്ങനെ ദുഷ്പ്രവർത്തിക്കാരെ ക്രിസ്തുയേശുവിൽ നീതീകരിക്കുവാൻ കഴിയും? ഇങ്ങനെ പല ചോദ്യങ്ങൾക്ക് ഇന്നത്തെ രാത്രി കർത്താവിന്റെ പരിശുദ്ധാത്മാവില് ദൈവവചനം നമുക്ക് ഉത്തരം തരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവജനം പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ രാത്രിക്കാലം കർത്താവിന്റെ സന്നിധിയിലായിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നറിയാമോ? ഈ പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. സർവശക്തനായ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ ജനനമാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതൽ ഇന്നേ വരെയോളം ഇതിന്റെ അവസാനത്തോളം നടന്ന ഏറ്റവും വലിയ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഒരു പുരുഷന്റെ ബന്ധമില്ലാതെ, ഒരു പുരുഷന്റെ ഇച്ഛയില്ലാതെ ഒരു സ്ത്രീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്കറിയാമോ ദൈവമക്കളെ, ഹിസ്റ്റോറിയൻ ചരിത്രകാരന്മാര് കർത്താവിന്റെ ജനനത്തെ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രൈസ് ഗോഡ്. ഏതാണ്ട് 30 വർഷത്തോളം കർത്താവിന്റെ ജീവിതത്തിന്റെ ആദ്യ നാളുകളില് ആദ്യത്തെ 30 വർഷത്തോളം അതിന്റെ കർത്താവ് എങ്ങനെയായിരുന്നുവെന്ന് ഹല്ലേലൂയ സ്തോത്രം ദൈവവചനത്തിൽ വ്യക്തമായ പരാമർശങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്. 12 വയസ്സ് വരെയുള്ള പരാമർശങ്ങളുണ്ട്. അതിനുശേഷം 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ കർത്താവ് എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന്
ദൈവവചനത്തിൽ പരാമർശങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായവൻ, ഹല്ലേലൂയ, he was walking on the planet earth as a man. ഹല്ലേലൂയ. തന്റെ സൃഷ്ടിയിൽ ഒരുവനായ ഒരു മനുഷ്യനെ പോലെ പാപമംഗലമായ ഈ ലോകത്തിൽ പരിശുദ്ധിയുടെ സ്ഥലത്തിരുന്ന യേശു കർത്താവ് സർവശക്തനായവൻ ഇറങ്ങി വന്ന് നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഏറ്റവും വലിയ അത്ഭുതമാണ്. പ്രൈസ് ഗോഡ്. ആർക്കും വിശ്വസിക്കുവാൻ കഴിയാത്ത അത്ഭുതം. എങ്ങനെ ഹല്ലേലൂയ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാകുന്ന ദൈവം ഒരു ചെറിയ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി ദൈവവചനം അതിന് നമുക്ക് ഉത്തരം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായവൻ, when the Lord appeared in this world, hallelujah, he has divided the history into two, AD and BC, before Christ and after Christ. Hallelujah. So Jesus Christ is the hinge upon which the history moves. Praise the Lord. Hallelujah. സ്തോത്രം. ഒരു വ്യാപാരിയിൽ കതക് അടയുന്നത് പോലെ തുറക്കുന്നത് പോലെ യേശു ക്രിസ്തു എന്ന ഹിഞ്ചിൽ, പ്രൈസ് ദി ലോർഡ്, ലോകത്തിന്റെ ചരിത്രം കറങ്ങുകയാണ്. And the whole world and the history revolving around Jesus. Praise the Lord. ഇന്നത്തെ രാത്രി ഇവിടെ ഇരിക്കുന്നവരോട്, അല്ലെ എന്നെ കേൾക്കുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിക്കുക. How much do you love Jesus? How much do you love Jesus? You know people who were living in this world, who are living in this world at the moment. They have sacrificed their whole life, their whole family. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ജീവിതം മുഴുവനും വിട്ട്, കുടുംബങ്ങളെ വിട്ട്, ഹല്ലേലൂയ മിഷണറിമാരായിട്ട്, ഹല്ലേലൂയ സ്തോത്രം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വനാന്തരങ്ങളിലൊക്കെ ഹല്ലേലൂയ ദൈവത്തെ സേവിക്കുന്നവരെ, കർത്താവിനെ സേവിക്കുന്നവരെ നമുക്കറിയാം. ആദ്യ നൂറ്റാണ്ട് മുതൽ ഇന്നോളം നോക്കിയാൽ സ്വന്തം ജീവനെ പോലും വകവയ്ക്കാതെ കർത്താവിന് വേണ്ടി ക്രൂശിൽ മരിച്ചവരെ അറിയാം. ഹല്ലേലൂയ സ്തോത്രം. തിളച്ചെണ്ണയിൽ നിന്ന് പൊരിക്കപ്പെട്ടവരെ നമുക്കറിയാം. ഹല്ലേലൂയ. ക്രൂര മൃഗങ്ങളുടെ മുമ്പിൽ നീറോ ചക്രവർത്തി മുതൽ ഇങ്ങോട്ട്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ലോകരാഷ്ട്ര നേതാക്കന്മാര്, ഹല്ലേലൂയ സാധുക്കളായ ക്രിസ്തീയ, ഹല്ലേലൂയ ദൈവവിശ്വാസികളെ ഹല്ലേലൂയ വെളിപ്പെടുത്തിയിട്ടുള്ള അനുഭവങ്ങൾ നമുക്കറിയാം. എന്തുകൊണ്ട് സന്തോഷത്തോടെ ഈ യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ അവരൊക്കെ തയ്യാറായി? Only one reason. They loved Jesus so much, more than their life. I'm asking you a simple question, my brother, my sister. Why do you love Jesus? If you love Jesus because of any reason other than what he has done on the cross, you will become an idolater. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ചെയ്തത് എന്തെന്നറിഞ്ഞ് അത് മൂലമല്ലാതെ മറ്റേതൊരു കാരണത്താലെങ്കിലും യേശു കർത്താവിനെ നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവവചനം പറയുന്നു നമ്മൾ വിഗ്രഹാരാധികളാണ്. യേശു ക്രിസ്തു സൗഖ്യം തരുന്നവനാണോ? He is a healer. യേശു കർത്താവ് വിടുതൽ മറ്റു വിഷയങ്ങളിൽ തരുന്നവനാണോ? Yes, he is a deliverer. He is a savior. He can do anything and everything. He heals so many. He delivers so many. He can sort out any problem of anybody. Praise the Lord. ഇതൊക്കെ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത് ഒന്നുമല്ല നമുക്ക് കർത്താവിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായിട്ടുള്ളത്. ഇന്നത്തെ രാത്രികാലം കേൾക്കണമേ ദൈവമേ. Why do I love Jesus? It is because of his cross. Praise the Lord. അവന്റെ ക്രൂശ് മുഖേനയാണ്, ക്രിസ്തുവിന്റെ ക്രൂശാണ് എന്നെ അവരിലേക്ക് അടുപ്പിക്കുന്നത്. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമേ, അനേക യേശുവിനെ പ്രസംഗിക്കുന്നത്, ഈ ലോകത്തിന് മുമ്പിൽ കാണിക്കുന്നത് അവൻ സൗഖ്യദായകനാണെന്നാണ്. യേശുവിന്റെ അടുക്കലേക്ക് നീ കടന്നു വന്നാൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ട് ആവും, നിന്റെ രോഗങ്ങളെല്ലാം മാറിപ്പോകും, നിന്റെ ഭാരങ്ങളെല്ലാം നീങ്ങിപ്പോകും. ഇതൊക്കെ സത്യമാണ്. അതിന് ഈ ലോകത്തിന് ഒരു അസുഖവും വരാതെ നീ 120 വർഷക്കാലം ജീവിച്ചിട്ട് നിന്റെ അവസാനം നിത്യ നരകത്തിലാണ് എത്തുന്നതെങ്കിൽ യേശു നിനക്ക് എന്ത് ചെയ്തു? ഈ ലോകത്തിലൊരു കടബാധ്യതകളുമില്ലാതെ സമ്പൽ സമൃദ്ധിയോടെ യേശു തന്നു എന്ന് പറഞ്ഞ് നീ അനുഗ്രഹത്തിൽ ജീവിച്ച് അവസാനം നീ എത്തുന്നത് പാപത്തിൽ ജീവിച്ച് നിത്യ നരകത്തിലാണ് എത്തുന്നതെങ്കിൽ യേശു നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? കുഞ്ഞുങ്ങളില്ലാതിരുന്ന നിനക്ക് യേശു കർത്താവ് കുഞ്ഞുങ്ങളെ തന്നു. നിനക്ക് കിട്ടിയ പൂർണ്ണ കുടുംബത്തോടെ ഈ ലോകത്തെ സ്നേഹിച്ച് ദൈവവചനത്തെ മറന്ന് തന്റെ ക്രൂശിനെ പിൻഗമിക്കാതെ ഈ ലോകം മുഴുവനും ജീവിച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, നിന്റെ നിത്യത അവസാനിക്കുന്നത് നിത്യ നരകത്തിലാണെങ്കിൽ ഈ യേശു നിനക്ക് എന്ത് ചെയ്തു? So hallelujah, today I am proclaiming the gospel of Jesus Christ. I am proclaiming the message of Jesus Christ, the cross of Jesus Christ. ക്രിസ്തുവിന്റെ ക്രൂശിന്റെ സുവിശേഷമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്നത്തെ രാത്രി ദൈവമേ നമ്മൾ കേൾക്കുവാൻ പോകുന്നത് cross is the heart of gospel. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ ഹൃദയമാണ് ഹല്ലേലൂയ സ്തോത്രം കുരിശ് എന്ന് പറയുന്നത്. If there is no cross, there is no gospel. Could you ever imagine removing cross from the gospel? How would gospel look like? Tell me that.
If you remove the crucifixion, praise the Lord, the last part of the life of Jesus, if you remove that from the gospel, how would the gospel look like? Praise the Lord. As I said, hallelujah, oh, cross is the center of the gospel, and gospel is the reason for us to live today. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം 6:14 പറയുന്നത്, എനിക്ക് പ്രശംസിപ്പാനുള്ളത് ക്രിസ്തുവിന്റെ ക്രൂശ് മാത്രമാണ്. ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. Praise the Lord. Hallelujah. So we must proclaim the message of the cross. And cross, the power of cross is mightier than any power in the universe. Praise the Lord. And the power of cross can deliver people from their sin. It can lift up men and women from the clutch of devil. Praise the Lord. Oh, cross, the message of cross can make people overcomers. Praise the Lord. Hallelujah. സ്തോത്രം. ക്രൂശിന്റെ മെസ്സേജിന് മാത്രമേ പാപത്തിൽ നിന്ന് ഒരാളെ വിടുവിക്കുവാൻ കഴിയൂ, ഭാരങ്ങളിൽ നിന്ന് ഒരാളെ വിടുവിക്കുവാൻ കഴിയൂ. നിത്യനരകത്തിന്റെ പാതയിൽ നിന്ന് നിത്യനീതിയുടെ ജീവന്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ക്രിസ്തുവിന്റെ ക്രൂശിന് മാത്രമേ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ മെസ്സേജിൽ നമ്മൾ കേട്ടു, നാം എന്ത് ചെയ്താലും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരണം ഉണ്ടാകുകയില്ല. ജനസിസ് 6:5, യെരമ്യാ പ്രവാചക പുസ്തകം 17:9 നമ്മൾ കേട്ടു, man's heart is deceitful. Praise the Lord. മനുഷ്യന്റെ ഹൃദയം ദുഷ്ടത നിറഞ്ഞതാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64:6 കേട്ടു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെ സർവശക്തന്റെ മുമ്പിൽ കറപുരണ്ട വസ്ത്രം പോലെയാണെന്ന്. എന്ത് ചെയ്ത് ഞാൻ എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കും? പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി അതിന്റെ ഉത്തരം നമുക്ക് ലഭിക്കുവാൻ പോകുകയാണ്. എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടത്? പ്രൈസ് ദി ലോർഡ്. Let us turn to hallelujah Romans chapter 3 verse 25 please. Hallelujah. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നേ. Praise God. Hallelujah. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. മതി. Praise the Lord. കഴിഞ്ഞ മെസ്സേജിൽ നമ്മൾ കേട്ടു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. അത് നമ്മൾ കേട്ടത് റോമൻസ് 3:23. നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ അടുത്ത വാക്യം പറയുകയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പരസ്യമായി. Lord has placarded him publicly for everyone to see. Hallelujah. നമുക്കറിയാം, പരസ്യ ബോർഡുകളൊക്കെ ഏതെങ്കിലും ഹൈവേയിലോ ജംഗ്ഷൻസിലോ എല്ലാവരും കാണത്തക്കവണ്ണം ഉയർത്തി നിർത്തിയിരിക്കുന്നത് പോലെ തന്റെ പുത്രനായ ക്രിസ്തുവിനെ സകലരുടെ പാപങ്ങൾക്കും പ്രായശ്ചിത്തമായി തീരുവാൻ പിതാവ് പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മളെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് he was made as a propitiation of our sins. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീരുക. What is propitiation means? Propitiation means it is a sacrifice to satisfy the justice of God. Praise the Lord. Hallelujah. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? Hallelujah. Propitiation means it is a sacrifice made to satisfy the justice of God or the wrath of God. Hallelujah. ഓ, കർത്താവിന്റെ മരണം, praise the Lord, ദൈവത്തിന്റെ നീതിയുടെ മുമ്പിൽ അത് ഒരു സാക്രിഫൈസ് ആയിട്ട് തീർന്നു. നമുക്കറിയാം, ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് സർവശക്തന്റെ നീതിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നീതിമാനായ ദൈവമാണ്. അവിടുന്ന് വിശുദ്ധനായ ദൈവമാണ്. പാപികൾക്ക് തന്റെ മുമ്പിൽ യാതൊരു സ്ഥാനവുമില്ല. പാപത്തെ വെറുക്കുന്നവനാണ് ദൈവം. പരിശുദ്ധിയിൽ ജീവിക്കുന്നവനാണ് ദൈവം. അങ്ങനെയെങ്കിൽ പാപിയായ മനുഷ്യന് എങ്ങനെ പരിശുദ്ധിയുടെ ഉറവിടമായ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കഴിയും? അതിനുള്ള മാർഗമാണ് അവിടെ എഴുതിയത്. ഹല്ലേലൂയ. അവന്റെ മരണത്താൽ, അവന്റെ രക്തം മൂലം, ഹല്ലേലൂയ, പ്രായശ്ചിത്തം, അവന്റെ രക്തം പ്രായശ്ചിത്തമാകുവാൻ, അവന്റെ മരണം പ്രായശ്ചിത്തമാകുവാൻ അവനെ പബ്ലിക്കായിട്ട് നിർത്തിയിരിക്കുന്നുവെന്ന് താഴേക്ക് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഈ വചനത്തിന്റെ റെഫറൻസസ് നോക്കുമ്പോൾ 1 യോഹന്നാൻ 2-ാം അധ്യായം 2-ാം വാക്യം, അതുപോലെ തന്നെ 1 യോഹന്നാൻ 4-ാം അധ്യായം 10-ാം വാക്യത്തിലെ ഇതേ എക്സ്പ്രഷൻസ് പറയുന്നുണ്ട്. He was made a propitiation. God made him a propitiation. അവനെ പ്രായശ്ചിത്തമാക്കി തീർത്തു. Praise the Lord. Hallelujah. സ്തോത്രം. ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. I know it is a tough subject, but we cannot just surpass it. നമുക്ക് ഹല്ലേലൂയ ഇത് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. ക്രൂശിന്റെ വചനം ആർക്കും ഇഷ്ടപ്പെടുന്ന വചനമല്ല. അത് വേദനയുടെ വചനമാണ്. അത് സാക്രിഫൈസിന്റെ വചനമാണ്. അത് സമർപ്പണത്തിന്റെ വചനമാണ്. ആ ക്രൂശ് എടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും. നമുക്കറിയാം, അവിടെ വചനം എഴുതിയിരിക്കുന്നത് അതിൽ ഓരോരുത്തരായി അവനെ വിട്ടുപോയത്. When the message of cross is preached, it is not at all appreciated.
It is not at all acceptable to some people. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മറ്റ് പല കാര്യങ്ങൾ പ്രസംഗിക്കാനുണ്ടല്ലോ. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പ്രസംഗിക്കുവാനുണ്ട്. ഹല്ലേലൂയ. അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്, രോഗികളെ ഹല്ലേലൂയ സൗഖ്യമാക്കിയത്, മരിച്ചവരെ ഉയർപ്പിച്ചത്, കടലിന്റെ മേൽ നടന്നത്, എന്തെല്ലാം സബ്ജക്റ്റുകളുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമേ, ഈ സബ്ജക്റ്റുകളൊന്നും നിന്റെ പാപത്തിൽ നിന്ന് മാറ്റുകയില്ല. നിന്റെ പാപത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ ക്രൂശിന്റെ വചനം നീ കേൾക്കണം. നീ തന്നെ ക്രൂശിൽ മരിക്കുന്നത് നീ കാണണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമേ, I am asking you a simple question. ഹല്ലേലൂയ, സ്തോത്രം. Think a courtroom. Praise the Lord. ഒരു കോടതിയുടെ മുറി ഒന്ന് ഓർത്ത് നോക്കിക്കേ. There's a judge sitting over there and a person who is convicted is standing in that ഹല്ലേലൂയ ആ ചെറിയ ബോക്സിൽ ഒരു കൺവിക്റ്റഡ് ആയിട്ട് ഒരു മർഡറർ നിൽക്കുന്നു. ഹല്ലേലൂയ. Judge is saying that I am a very good judge and I don't want people to be punished. I don't want to punish this fellow, so I want to release him. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? Would you call that man a judge? ഹല്ലേലൂയ. ഒരു കൊലപാതകയായ മനുഷ്യനെ വെറുതെ വിടുന്ന ഒരു ജഡ്ജിനെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾക്ക് ജഡ്ജ് എന്ന് വിളിക്കുവാൻ കഴിയുമോ? Judges must be doing justice. Praise the Lord. Judges must be doing justice. Praise the Lord. ഞാൻ വേറൊരു കാര്യം ചോദിക്കുക. When one of you go back home, നിങ്ങൾ കാണുകയാണെന്ന് കരുതിക്കോ, അതിലെ നിങ്ങളുടെ കുടുംബത്തെ മുഴുവനും അതിലെ കൊലപാതകം ചെയ്തിട്ട് കൊന്നിട്ടിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, കൊലപാതകയായ മനുഷ്യൻ ബ്ലഡ് കയ്യിൽ പെട്ടി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നിങ്ങൾ കാണുകയാണെന്ന് കരുതിക്കോ. See, hallelujah, when you go home, hallelujah, one of you see your whole family is slaughtered down and a man standing there with blood on his hand. As he was about to run, you caught him. Hallelujah. You knocked him down. You grabbed him. You tied up him. You called the police. Police came and took him. Hallelujah. അവനെ കോർട്ടിൽ കൊണ്ടുപോയി. ചില നാളുകൾക്ക് ശേഷം ഹല്ലേലൂയ കോർട്ടിന്റെ വിസ്താരം നടത്തിയ ജഡ്ജി എന്ന് പറയുകയാണ്, I am a righteous judge. I like everybody. I don't want to punish anybody. I am full of love. So I am going to release this murderer. What do you think? What would you do at that time? Your whole family has been slaughtered. But this man, this judge, oh, you expected him to be doing justice. This man says that he is going to release that criminal. What would you say? You would call this judge a wicked man. He is more wicked than that criminal. Praise the Lord. ഞാൻ കാര്യം ചോദിക്കട്ടെ, അത്യുന്നതനായ ദൈവം നീതിമാനെന്ന് പറയുന്നു, പക്ഷേ അവൻ പാപികളെ നീതീകരിക്കുന്നുവെങ്കിൽ അവൻ എങ്ങനെ നീതിമാനായി മാറും? ഇന്നത്തെ ആദ്യത്തെ ചോദ്യം അതാണ്. എല്ലാവരും പറയത്തില്ല, God is love. God is love. That is one part, one attribute of God, one characteristic of God. The other way is God is just. ഒരു വശത്ത് ദൈവം ഹല്ലേലൂയ സ്നേഹിക്കുന്നവനാണ്, മറുവശത്ത് ദൈവം നീതീകരിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ 2 attributes ആണ്. One, God is love. The other is God is just. Hallelujah. To do one, hallelujah, to honor one attribute, would he reject the other attribute? ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ക്രൂശിൽ കാണുന്നത് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിയും തമ്മിൽ കൂട്ടിമുട്ടുന്ന അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം പാപികളെ നീതീകരിക്കുന്നവനാണ്. താഴെ ഒരു വചനം ഒന്ന് വായിച്ചേ, 26ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആക്കേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, ആകേണ്ടതിന്. ഹല്ലേലൂയ. He is just. At the same time, he is a justifier of wicked in Christ Jesus. Praise the Lord. He is just. At the same time, he is the justifier of wicked. Praise the Lord. In Christ Jesus. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇന്നത്തെ രാത്രിക്കാരും എന്നെ കേൾക്കാം ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവചരിത്രം നമുക്കറിയാം. He was a murderer. He was killing. Oh, the people of the church. Hallelujah. Ancient churchile, hallelujah, സ്തോത്രം, അനേക ദൈവമക്കളെ കൊന്നവനാണ് പൗലോസ്. പ്രൈസ് ദി ലോർഡ്. ശൗലായിരിക്കുന്ന പൗലോസ്, പ്രൈസ് ദി ലോർഡ്, അവനെ സംബന്ധിച്ചിടത്തോളം ദൈവം നോക്കുമ്പോൾ അവനൊരു കൊലപാതകയാണ്. How did he become a disciple of Jesus Christ? ഒരു കൊലപാതകയായ മനുഷ്യനെ എങ്ങനെ സ്വന്തം മകനാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു? ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെ ആ പാപത്തെ നീതീകരിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു? ദൈവം നീതിമാനാണെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണങ്ങൾ അറിയാം. ഒരു ജഡ്ജ്, ഒരു നീതിമാനായ ഒരു ന്യായാധിപൻ ഒരിക്കലും ഒരു കുറ്റവാളിയെ വെറുതെ വിടാൻ പാടില്ല. കാരണം ഹല്ലേലൂയ, സ്തോത്രം, ജസ്റ്റിസ്, ലോ ഓഫ് ഗോഡ് ഡിമാൻഡ്സ് ജസ്റ്റിസ്. ഹല്ലേലൂയ, ജസ്റ്റിസ് ഡിമാൻഡ് പണിഷ്മെന്റ് ഓഫ് സിൻ.
Punishment of a crime. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. I don't know how difficult this is. I don't know, but I am coming to a message which would liberate many of us tonight. അല്ല, ഇന്നത്തെ രാത്രി നമ്മളെ അനേകരെ വിടുവിക്കുവാനുള്ള ഒരു വലിയ മെസ്സേജ് ഇതിനകത്തുണ്ട്. Praise the Lord. Hallelujah. സ്തോത്രം. നമുക്കറിയാം. Praise God. Hallelujah. ഒരു വശത്ത് പാപാന്തകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, മറ്റേ വശത്ത് നീതിമാനായ ദൈവം. ദൈവത്തിന് ഈ മനുഷ്യരെ തന്റെ നീതിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. എന്നാൽ അവരുടെ പാപത്തെ ശിക്ഷിക്കാതിരിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. Praise the Lord. Devil would ask, hallelujah, on what ground did you, hallelujah, on what ground did you justify these wicked men? എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത പാപങ്ങൾ എത്ര മാത്രമാണ്. How many sins I have done. If I have listed all those sins which I committed, I tell you, I won't deserve to live. Praise the Lord. Hallelujah. ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കുവാനുള്ള അവകാശമില്ല. എത്രയോ കുലപാതകങ്ങൾ, ഹല്ലേലൂയ, എത്രയോ വ്യഭിചാരികൾ, ഹല്ലേലൂയ, എത്രയോ മർഡറേഴ്സ്, റോബേഴ്സ്, എത്രയോ മാഫിയ തലവന്മാർ, ഗുണ്ട തലവന്മാർ ഈ ക്രിസ്തുവിനെ അറിഞ്ഞ് നീതിയുടെ മാർഗത്തിലേക്ക് വന്ന് ദൈവമക്കളായി തീർന്നു. How was it possible? Praise the Lord. ഇന്നത്തെ രാത്രി ദൈവത്തിന്റെ വചനം നമുക്കതിന് ഉത്തരം തരികയാണ്. Praise the Lord. Hallelujah. സ്തോത്രം. Praise the Lord. How can God be just at the same time a justifier of wicked people? എങ്ങനെ ദൈവത്തിന് ഒരേ സമയം നീതിമാനായി, ഹല്ലേലൂയ, ദുഷ്ടന്മാരെ നീതീകരിക്കുന്ന ദൈവവുമായിരിക്കുവാൻ കഴിയുന്നു. Praise the Lord. ഹല്ലേലൂയ. ഞാൻ ഒരു വചനം കൂടെ എടുക്കട്ടെ. Praise God. Can we turn to Proverbs chapter 7 verse 15? Praise the Lord. ഹല്ലേലൂയ. Proverbs 17:15 ലേക്ക് ഒന്ന് വന്നേ. Praise the Lord. സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം 15-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, he that justifies the wicked and he that condemns the just, both are abomination to the Lord. ഹല്ലേലൂയ. മലയാളത്തിൽ ഒന്ന് വായിച്ചേ. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. See, അവിടെ വചനം എഴുതിയിരിക്കുകയാണ്, ദുഷ്ടനെ നീതീകരിക്കുന്നവൻ യഹോവയ്ക്ക് വെറുപ്പ്. This is the word. This cannot be broken. ഒരു വശത്ത് ദൈവം തന്നെ എഴുതി വെച്ചിരിക്കുന്നു, ദുഷ്ടനെ നീതീകരിക്കുന്നവൻ യഹോവയ്ക്ക് വെറുപ്പാണെന്ന്. എന്നാൽ മറുവശത്ത് ദൈവം ദുഷ്ടനെ നീതീകരിക്കുക. How is it possible? That is where cross comes. അവിടെയാണ് ക്രൂശിന്റെ സാന്നിധ്യം. Praise the Lord. അവിടെയാണ് നാം ആദ്യം കേട്ട വചനം കടന്നു വരുന്നത്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിൽ നീതീകരിക്കുവാൻ അവൻ പാപമില്ലാത്തവനെ പാപമാക്കി മാറ്റി. Praise the Lord. A man must die. A man must pay the penalty. Praise the Lord. When the penalty is paid, we all were set free. ഇന്നത്തെ രാത്രി ആ കഥയിലേക്ക്, ആ സംഭവത്തിലേക്ക്, ആ ഗ്രേറ്റ് ഇവന്റിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം മൂലം നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്. So God cannot break his word. His word says those who justifies wicked is an abomination to the Lord. So by reading this we think God himself has become an abomination. God can never be an abomination. He is God. Hallelujah. He cannot deny his attributes. He cannot deny his characteristics. He is just, he is love. At the same time, he is justifier of wicked through Jesus Christ. Praise the Lord. Hallelujah. Stotram. Our eഴുതിയിരിക്കുന്നു, hallelujah, God has made Jesus to be a sin. Where we all were supposed to die, God allowed his son to die on our behalf. Praise the Lord. Hallelujah. ഒരു പാട്ട്, there was a song like this. We know so many Christian songs these days. അതൊക്കെ വരുന്നത് സൈക്കോളജിക്കൽ, എന്താ പറയുന്നത്, സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ആയിട്ട്, to stir up your emotions, sort of a deceptive way. ഹല്ലേലൂയ. നമുക്കറിയാം, ചില പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും സോ വണ്ടർഫുൾ സോങ്. പക്ഷെ സോങ്സിന്റെ അകത്തേക്കൊന്ന് പോയാൽ, ആ വേഴ്സസിനകത്തേക്കൊന്ന് പോയാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ ഡിസെപ്ഷൻ. Praise the Lord. Hallelujah. എന്തൊക്കെയാ കേൾക്കുന്നത് പാട്ട്. ഹല്ലേലൂയ. ഒരു പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്തിനാ യേശു കർത്താവ് വന്നതിനെ കുറിച്ച്. Why did Jesus come into this world? A songwriter wrote this way. അദ്ദേഹം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? When God looked for an angel without sin to die for the humankind, he couldn't see an angel anywhere. No angel was willing to take their possession. God looked down on this earth to find a man who has no sin, willing to die for the rest. He couldn't find a man. That is the reason God had come. Do you believe that? I tell you, trillions of angels cannot take the role of Jesus.
whole millions of people, sinless people come into the presence of God and die on the cross. That would not solve this problem. There must be a man who has to die on the cross, and that man must be God. I will prove you why it is so. ഹല്ലേലൂയ സ്തോത്രം. താഴേക്ക് വായിച്ചു വരുമ്പോൾ, താഴേക്ക് നമ്മൾ പറഞ്ഞു വരുമ്പോൾ, പഠിച്ചു വരുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, നമുക്കത് മനസ്സിലാക്കുവാൻ പറ്റും. Praise God. Hallelujah. Why I say it must be God. I will tell you the reason why it is so. Hallelujah. I'll tell you one thing. A normal question comes up like this. Why a person, a man who declared to be sinless, is willing to die on the cross? You say Jesus Christ died on the cross. He was crushed under the wrath of God. Hallelujah. The whole sin of the world was put on his shoulder, put on his head, and he died on behalf of all the human beings on the cross. How is it possible? When one person died on the cross, how multitudes of people will be saved from their sins? How is it possible? One man on the cross, millions of people on the other side who were sinners, who were declared righteous. How is it possible? I can tell you one thing. You put all creations, you put all the human race, you put every mountains and every sky and every galaxy, every stars and moon and sun and everything. You take every living and unliving thing in this whole universe. You put everything on one side of the scale. Put Jesus Christ on the other side. Jesus Christ would weigh much more than what is on the other side of the scale. Because Jesus Christ is infinite. His value is infinite value. Amen. If he died on the cross for a few hours, he was bearing the sins of the world for a few hours on the cross means God, who is infinite, for him a few hours on the cross would be much more than billions of people who are living billions of years. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപയാഗമായി ക്രൂശിന്മേൽ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ക്രൂശിന്മേൽ തൂങ്ങി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് അറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് കാൽവരി ക്രൂശിലേക്ക് പോകുന്നതിന്റെ തലേ രാത്രി, the previous night, as he was praying in Garden of Gethsemane, what was he praying? He was praying to the Father to remove the cup from him. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. Father, if it is possible, remove this cup from me. What was he scared of? What was he afraid of? People preach this way. He was so afraid because he knew that how was he going to be put on shame there. Those nails coming down for his crucifixion, those crown of thorn which was on his head. Jesus has foreseen how naked he was hanging on the cross. പണ്ട് ഞാനും അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. യേശു കർത്താവ് തനിക്ക് സംഭവിക്കുവാനുള്ളത് മുന്നമേ കണ്ടിട്ട്, ക്രൂശിന്മേൽ താൻ നഗ്നനായി കിടക്കുന്നത് കണ്ടിട്ട്, തന്റെ സഹോദരന്മാരുടെ മുമ്പിൽ ഈ ലോകം മുഴുവനും മാനിച്ചുകൊണ്ടിരുന്ന താൻ നഗ്നനായി ക്രൂശിന്മേൽ കിടക്കുന്നത് കണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 3 ഹല്ലേലൂയ, ആ തന്റെ കൈകളിൽ അടിക്കപ്പെട്ട ആണിയുടെ വേദന, പ്രൈസ് ദി ലോർഡ്, തലമേൽ നിന്ന മുള്ളിന്റെ കിരീടം, പ്രൈസ് ദി ലോർഡ്, ഇതൊക്കെ കണ്ട് ഭാരപ്പെട്ട് അവനെ ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് തോന്നുന്നു. But I can prove it in one minute. I can prove it that it was not the case. You know what history says? Ever since the crucifixion of Jesus, thousands of Christians who have went on to the cross for the name of Jesus. Thousands of Christians who were burned alive. Thousands of Christians who were thrown in the dens of lions. Praise the Lord. Hallelujah. Oh, കർത്താവിന്റെ ക്രൂശിന് ശേഷം ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഭൂമിയിൽ. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ തിളച്ച എണ്ണയിലും അല്ലാതെയും അവരുടെ ജീവനോടെ എരിച്ചു കളഞ്ഞതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ അതിലെ ക്രൂര മൃഗങ്ങളുടെ മുമ്പിൽ എറിയപ്പെട്ടിട്ടുള്ളതായിട്ട് ചരിത്രം പറയുന്നു. നിങ്ങൾക്കറിയാമോ, പലയിടത്തും ചരിത്രം എഴുതി വെച്ചിരിക്കുന്നതാണ്. Those who have gone to the cross, they were singing hymns
and praising their master. Oh, they were glorifying God that God gave them such a privilege to die for their master. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദനയെ ആ ക്രൂശിന്മേൽ കടന്നുപോയവരൊന്നും അവരുടെ മനസ്സോതല്ല പോയത്. അവരൊക്കെ പ്രാർത്ഥനാ ഗീതങ്ങൾ പാടി ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് സന്തോഷത്തോടെ ക്രൂശിലേക്ക് കയറുകയായിരുന്നു. കാരണം എന്നറിയാമോ, എന്റെ ഗുരുവിന് വേണ്ടി മരിക്കുവാൻ, എനിക്ക് വേണ്ടി ജീവൻ തന്ന എന്റെ കർത്താവിന് വേണ്ടി മരിക്കുവാൻ സ്വർഗ്ഗവേദനയും തിരഞ്ഞെടുത്തല്ലോ എന്ന് ഓർത്തു. I am asking you a simple question. Hallelujah. Who is the captain of their faith? It was Jesus. Do you think Jesus was not stronger than his disciples? Come on. Jesus was not afraid of the nails. He was not afraid of the nakedness. He was not afraid of the thorn of crown. He was not afraid of the Roman judgment. What was he afraid of? Hallelujah. What was in that cup? ആ പാനപാത്രത്തിൽ എന്തായിരുന്നു ഉള്ളത്? ആ പാനപാത്രത്തിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, it was the wrath of God. ദൈവത്തിന്റെ കോപമായിരുന്നു. Oh, what was in that cup? In that cup, oh, it was hell. The hell that you and I needed to go. നീയും ഞാനും കടന്നു പോകുന്ന നിത്യ നരകമായിരുന്നു പ്രൈസ് ദി ലോർഡ് ആ കപ്പിനകത്തുള്ളത്. ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമേ, joyfully our Lord drank your hell. My hell. എന്റെയും നിന്റെയും നിത്യ നരകത്തെ, ഹല്ലേലൂയ, എന്റെയും നിന്റെയും നരകത്തെ അവൻ സന്തോഷത്തോടെ കുടിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അവൻ സന്തോഷത്തോടെ കുടിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ ഹല്ലേലൂയ സ്തോത്രം സന്തോഷത്തോടെ കുടിച്ചു. ഹല്ലേലൂയ. അതാണ് അവൻ ഭയപ്പെട്ടതെന്ന് അറിയാമോ? ദൈവത്തിന്റെ നീതി. ഹല്ലേലൂയ. ലോകത്തിന്റെ പാപം മുഴുവനും തന്റെ മേൽ വരുന്ന അവസ്ഥ അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. നിത്യ നരകത്തിന്റെ ഭീകരമായ അവസ്ഥ, ദൈവത്തിന്റെ കോപത്തിന്റെ മുമ്പിൽ ഒരു പാപി നിൽക്കുന്ന അവസ്ഥ അവന്റെ ജീവിതത്തിലേക്ക് റിയാലിറ്റിയായി കടന്നു വന്നപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, how can I be a sinner before you? I have lived from eternity all this time pure. I am God, so holy. In a moment, how can I bear the sin of the world? മനോഹരമായ ഒരു സങ്കീർത്തനമുണ്ട് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനം. Let us turn to Psalms 22. Hallelujah. സങ്കീർത്തനങ്ങൾ 22 ഒന്നാമത്തെ വാക്യം. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? അനേകർ പ്രസംഗിക്കുന്നുണ്ട്. ഒരു പക്ഷെ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് പണ്ട്. എന്തുകൊണ്ടാണ് പിതാവ് മുഖം മറച്ചത്? എന്തുകൊണ്ടാണ്? തന്റെ പുത്രൻ വേദനയിൽ ഞരക്കുന്നത് കണ്ടാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള പ്രസംഗങ്ങൾ ഇങ്ങനെയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പുത്രന്റെ ദുഃഖം കാണുവാൻ കഴിയാതെ പിതാവ് മുഖം മറച്ചത്. ദൈവവചനത്തിലൊന്നും അങ്ങനെയില്ല. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് God forsook him. ദൈവം തന്റെ പുത്രനെ കൈവിട്ടത്. Praise the Lord. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? That was the only time in the life of Jesus Christ. Jesus Christ called Father the God. ദൈവമേ എന്ന് പിതാവിനെ വിളിച്ച ഒരേ ഒരു സമയം അത് മാത്രമേ ഉള്ളൂ. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. Who was calling that? Who was crying out that? It was the sinner in Jesus Christ. പാപിയായ മനുഷ്യന്റെ നിലവിളിയാണ് എന്റെ ദൈവമേ എന്നുള്ള നിലവിളി. ഒരിക്കലും പുത്രനാം ദൈവമേ എന്നല്ല വിളിച്ചത്, പിതാവേ എന്നാണ് വിളിച്ചത്. അതുവരെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നവൻ പാപം മുഴുവനും തന്റെ മേൽ കണക്കിട്ടപ്പോൾ, ലോകത്തിന്റെ പാപം ചുമക്കേണ്ടി വന്നപ്പോൾ ഒരു പാപിയായി, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഒരു പാപിയായി നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുക, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. ആ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നത്, എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? ഇത്രയും നാളും പിതാവിന്റെ മടിയിലിരുന്നവൻ അതിലെ ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് പിതാവിനോട് ചോദിക്കുകയാണ്, ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്? എന്റെ ഞരക്കങ്ങൾ കേൾക്കാതെയോ അതിലെ സ്തോത്രം എന്നെ രക്ഷിക്കാതെയും നീ അകന്നു നിൽക്കുന്നത് എന്ത്? Why are you, Father, so far from me? Why don't you deliver me from this agony? Praise the Lord. വായിച്ച 4ാമത്തെ വാക്യം നോക്കിക്കേ. Praise the Lord. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്യും. Hallelujah. Oh, ever since the beginning
of this earth, ever since Adam, all our fathers, when they cried out to you, there is not a single situation in their life when they cried out, you didn't open your heaven. Hallelujah. അവർ നിലവിളിച്ചപ്പോഴൊക്കെയും അവരെ സഹായിക്കുവാൻ നീ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ നിലവിളിച്ചപ്പോൾ, ദൈവജനം നിലവിളിച്ചപ്പോൾ, അല്ലെ ഏതെങ്കിലും പാപികൾ മാനസാന്തരപ്പെട്ട് നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് തിരുസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ അവരൊക്കെ സഹായിക്കുവാൻ നീ ഉണ്ടായിരുന്നു. എന്നാൽ നിന്റെ പുത്രനായ ഞാൻ ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, നീ എന്നെ ഹല്ലേലൂയ സ്തോത്രം സഹായിക്കാത്തത് എന്താ? അതിന്റെ കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അതിന്റെ കാരണം, what is the reason? If you read verse 3, it says, ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവരെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? Thou art holy. നീ പരിശുദ്ധനാണ്. ഞാൻ ആരാണ്? 6ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, I am a verb. ഞാൻ ഒരു കൃമിയാണ്, ഞാൻ ഒരു പാപിയാണ്. ക്രൂശിന്മേൽ സംഭവിച്ചതാ. നീതിമാനായ ദൈവവും പാപിയായ മനുഷ്യൻ. You understood what I said? നീതിമാനായ ദൈവം, പാപിയായ മനുഷ്യൻ. Thou art holy. I am a God. That was the reason when the sinner cried out, God turned his face. He was forsaken. Hallelujah. അങ്ങനെയാണ്, praise the Lord, അവൻ. You know how serious sin is? Look at the cross. Even when his own son, who was God and who is God, even when his own son, who was bearing the sins of the world, Father crushed his head. നിങ്ങൾക്കറിയാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവനെ തകർത്ത് കളയുവാൻ അവന് ഇഷ്ടം തോന്നി. It was pleased with the Yahweh to crush the Messiah because of the sin. പുത്രനെ അവൻ ക്രഷ് ചെയ്തെങ്കിൽ, think of the sinners in this world. How would they face a righteous judge like God? നീതിമാനായ ദൈവത്തെ പാപത്തിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ ഫേസ് ചെയ്യുവാൻ കഴിയും? തന്റെ പുത്രനോട് പിതാവ് ഇങ്ങനെ കാണിച്ചുവെങ്കിൽ, യേശു ക്രിസ്തുവിനോട് പിതാവ് ഇങ്ങനെ കാണിച്ചുവെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പാപത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം തന്റെ നീതി പ്രവർത്തികളെന്ന് പറഞ്ഞതുകൊണ്ട് എങ്ങനെ ചെല്ലും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു മനോഹരമായ വാക്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, ഞാൻ ആ മനുഷ്യനല്ല ഒരു കൃമിയത്രേ. പ്രൈസ് ഗോഡ്. There we see on the cross the love of God. At the same time, the justice of God is meeting together. God becoming the judge there, and Jesus Christ, he became the sinner there. Hallelujah. Sin was punished on the cross completely. Sin was punished on the cross completely. Praise the Lord. Hallelujah. Stotram. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, hallelujah. Stotram. Sin of the world was punished on the cross. The justice of God was satisfied. ദൈവത്തിന്റെ നീതി അവിടെ നിവർത്തിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിച്ചു 3:25, ഹല്ലേലൂയ, റോമർക്കെഴുതിയ ലേഖനം 3:25, അവനെ ഹല്ലേലൂയ പ്രായശ്ചിത്തമാക്കി അവിടെ തീർത്തു. He displayed him. He displayed him openly. He placarded him openly. Whoever believes in him will be justified. Praise the Lord. Hallelujah. ദൈവത്തിന്റെ നീതിയാക്കി തീർത്തു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ സ്തോത്രം, the Lord made a declaration in John chapter 3 verse 16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, അവന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. For God so loved the world. Whoever believes on Jesus shall not perish, but will have eternal life. For God so loved the world that he has given his begotten Son. He gave his begotten Son on the cross, so that whoever believes in him shall not perish, but will have everlasting life. Praise the Lord. Hallelujah. Stotram. അതാണ് നമ്മൾ ഇന്ന് കേട്ട ആദ്യത്തെ വചനം. 2 Corinthians chapter 5 verse 21. എന്താണെന്ന് അറിയാമോ? നാം അവനിൽ ദൈവത്തിന്റെ നീതിയായി തീരേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം പാപമാക്കി മാറ്റി. Praise the Lord. He took our sins. He made his son a sin. Praise the Lord. Father God made Jesus Christ a sin who didn't know sin. Why did he make sin? Because he wanted to declare us to be righteous in God. Praise the Lord. Hallelujah. Amen.
Now you know God is just. ദൈവം നീതിമാനാണ്. Praise the Lord. അവന് നീതീകരിക്കാൻ പറ്റും. In his sovereign grace, he can tell the devil, he can tell the whole world. If someone asks you, ask God, God, you say you are just. At the same time, why do you justify the wicked? God can say in his sovereign grace, yes, I am just. At the same time, I can justify sinners. Whoever comes and believes in my Son, whoever believes in my Son, whoever accepts my Son as his Savior, whoever surrender their life to Christ and believe that his sins were forsaken, his sins were taken care of by God, Jesus' death, they will be saved. So I can take the worst criminal in this world if he is willing to come to Christ and accept that justification on him. He can be saved. Praise the Lord. Now God is just. If the world asks how just God can be, the justifier of wicked, God would say through my Son, he paid the price of penalty. He satisfied my justice. Whoever trusts and believes in him will be declared righteous. ഹല്ലേലൂയ സ്തോത്രം. ഇന്നത്തെ രാത്രി കേൾക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം. ഒരു മനോഹരമായ ദൈവവചന ഭാഗം സങ്കീർത്തനങ്ങൾ 27, 24, 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളുണ്ട്. ആരെങ്കിലും ആ വാക്യങ്ങൾ നിർത്തി. Psalms 24. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. ആമേൻ. പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരുത്തുവിൻ. ആമേൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആമേൻ. മഹത്വത്തിന്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിക്കുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാവുന്നു മഹത്വത്തിന്റെ രാജാവ്. Hallelujah. Lift up your head, O you gates, and be lifted up, you everlasting doors, and the King of glory shall come in. Who is the King of glory? The Lord is strong and mighty, the Lord mighty in battle. Lift up your heads, O gates, even lift you up, you everlasting doors, and the King of glory shall come in. Who is the King of glory? The Lord of hosts, he is the King of glory. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഒരു ഏൻഷ്യന്റ് റൈറ്റർ മനോഹരമായ ഒരു സോങ് എഴുതിയിട്ടുണ്ട് ഇതിനെ ബേസ് ചെയ്ത്. എങ്ങനെയാണെന്നറിയാം? മഹത്വത്തിന്റെ രാജാവ് ആരാണ്? ക്രിസ്തു. മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തു. ഹല്ലേലൂയ. കാൽവറിയിൽ മരിച്ച്, ഹല്ലേലൂയ, പാപത്തിന് വേണ്ടി മരിച്ച് ജയാളിയായി തീർന്ന ഒരു മനുഷ്യൻ, യേശു എന്ന മനുഷ്യൻ. ഹല്ലേലൂയ സ്തോത്രം. അവൻ നീതിമാനായി മരണത്തെ ജയിച്ച്, പാപത്തെ ജയിച്ച്, മരണത്തെ ജയിച്ച് അവൻ സ്വർഗത്തിലെത്തുകയാണ്. സ്വർഗത്തിന്റെ കവാടം അടഞ്ഞു കിടക്കുക. സ്വയം നീതി കൊണ്ട് ഒരു മനുഷ്യനും സ്വർഗത്തിലെത്തിയിട്ടില്ല. ഇതാ പൂർണ്ണ മനുഷ്യനായ ക്രിസ്തു, പൂർണ്ണ മനുഷ്യനായ യേശു ജയിച്ചു വന്നവനായി, ഹല്ലേലൂയ സ്തോത്രം, സ്വർഗത്തിന്റെ വാതിലെ അടിക്കാൻ നോക്കിയിരിക്കുക. So the whole heaven was silent. Who is knocking on the door of heaven? ഇവിടെ പറയുന്നു, എന്താണ് ക്രിസ്തു പറയുന്നത്? വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉണർന്നിരിപ്പിൻ. Praise the Lord. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. Praise the Lord. I am here victorious. The heaven was silent. Who is knocking on the door of the gate of heaven? It was no one but Jesus Christ. That was the first time a human being entering the gates of heaven with his own, hallelujah, justification. So നീതീകരണത്തിൽ, താനെടുത്ത നീതീകരണത്തിൽ ഒരു മനുഷ്യൻ അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. He went straight into that. He has gone into the throne of Father and he has sat on the right side of the Father. ഒന്ന് ഓർത്ത് നോക്കിക്കേ, യേശു കർത്താവ് ജയാളിയായി സ്വർഗത്തിന്റെ വാതിലുകളെ, അതിന്റെ ലാച്ചിനെ, അതിന്റെ ഓടാമ്പലുകളെ സ്വന്തം കൈകൾ കൊണ്ട് തുറന്ന് ആ ധൈര്യത്തോടെ, അധികാരത്തോടെ അവരുടെ സ്വർഗത്തിന്റെ അകത്തേക്ക് കാലുവെച്ച് നേരെ പിതാവിന്റെ സന്നിധിയിലേക്ക് നടത്തിയെന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവൻ ഇരുന്നിട്ട് അവൻ പിതാവിനോട് പറഞ്ഞു, Father, it is all done. Father, it is all done. Can you imagine what was his father saying to his beloved son? My son, you have done it well. Hallelujah. Father, hallelujah, സ്തോത്രം. സകല അധികാരത്തിന്റെ, praise the Lord, hallelujah, സ്തോത്രം, കിരീടം എടുത്ത് പുത്രന്റെ തലയിൽ വെച്ചു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അവസാന ഭാഗത്തിൽ പറയുന്നു,
എല്ലാ നാമത്തിനും മേലായ നാമം അവൻ കൊടുത്തു. സകല അധികാരമുള്ള മേലധികാരം, ജീവനുള്ളതിനും മരിച്ചതിനും ആകാശത്തിനും സ്തോത്രം ഭൂമിക്കും സമുദ്രത്തിനും സകലത്തിനും മേലും അധികാരിയാക്കി വെച്ചു, ന്യായാധിപതിയാക്കി വെച്ചു. എന്തുകൊണ്ട്? He was the victor. Praise the Lord. Who is our Lord Jesus? He is the King of glory. He is mightier than any mighty man on this earth. ഈ ലോകത്തുള്ള ഏറ്റവും ശ്രേഷ്ഠനാണവൻ, ഏറ്റവും വലിയ ഭരണാധികാരിയാണവൻ. Can you imagine? The armies of all the kingdoms of this earth, അമേരിക്കയുടെ ആർമിയും ബ്രിട്ടന്റെ ആർമിയും റഷ്യയുടെ ആർമിയും ഇന്ത്യയുടെ ആർമിയും ഈ ലോകത്തുള്ള സകല ആർമീസും കൂടെ ഒന്നിച്ചു ചേർന്ന ഒരു ബറ്റാലിയനായി ക്രൈസ്റ്റിനെതിരെ വരുമെന്ന് വെച്ചു ജയിക്കാൻ. I tell you like this, it will be like a tiny bird knocking its head, beating its head against a concrete wall, something like that. ഒന്ന് ഓർത്ത് നോക്കി, ഒരു കൊച്ചു കുരുവി പറന്നു വന്നിട്ട് ഒരു കോൺക്രീറ്റ് വാൾ ഇടിച്ചു കളയാൻ വേണ്ടി തലയിട്ട് കുത്തുക. അങ്ങനെ ഇരിക്കും. Could you imagine that? That is the picture. Even if the whole earth comes together, all the governments come together, all the kings come together, all the nations come together and fighting with Jesus, it will be like that, because Jesus is the King of glory. Do you know who we serve today? He is mightier than any mightiest. Hallelujah. He is stronger than any strongest. He is mightier than any president, any government, any prime minister, any nations, any politician. He is mightier than everybody. Hallelujah. Because he has conquered everything. Hallelujah. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ ഇന്നത്തെ രാത്രി എന്നെ നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, there are two kinds of people who are sitting here. One group of people who are saved, they say who are saved, who are Christians. Hallelujah. ഇന്നത്തെ രാത്രിക്കാലം ഒരു കാര്യം കേൾക്കണമേ, നീ ആരെയാണ് പിൻപറ്റുന്നത് നീ അറിയുക. You must know what sort of a price heaven has paid for you. What sort of a price heaven has paid for you. You must know your eternal value today. Hallelujah. You cannot take your life casually. നിന്റെ ജീവിതത്തെ കാഷ്വലായി നീ എടുക്കരുത്. നിനക്ക് വേണ്ടി വലിയൊരു വില സ്വർഗം കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. മുന്നോട്ടുള്ള നിന്റെ നാളുകളിലെ ജീവിതം, ഹല്ലേലൂയ, യേശു കർത്താവ് നാടുന്ന പിതാവിന്റെ സന്നിധിയിൽ ഇരുന്നത് പോലെ ഈ നാളിൽ, ഹല്ലേലൂയ, ഈ ഒരു നാളിൽ, ഈ അടുത്ത നാളുകളിൽ എന്തെങ്കിലും, ഹല്ലേലൂയ, sooner or later when you are leaving this earth, ഈ ഭൂമി നീ വിട്ടുപോകുമ്പോൾ നിന്റെ ആത്മാവിൽ നീയും സ്വർഗത്തിലെത്തും. അവിടെ ഈ വാതിലുകൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആ വാതിലുകൾ കടന്ന് നീ അകത്തിറങ്ങി ചെന്നിട്ട് പിതാവിന്റെ അടുക്കലേക്ക് നടന്നു പോകുന്ന ഒരു സമയമുണ്ട്. നിനക്ക് മുന്നേ നടന്നുപോയ ഒരുവനുണ്ട്. അവൻ തന്റെ രക്തത്താൽ നിന്നെ നീതീകരിച്ചിരിക്കുക. നീ ഇനി കടന്നു ചെല്ലുന്നത് നിന്റെ പേരിലല്ല, കർത്താവ് ക്രിസ്തുവിന്റെ പേരിൽ. നിന്റെ പാപങ്ങളെ മുഴുവനും കാൽവറിയിൽ, ഹല്ലേലൂയ, സ്തോത്രം, സ്വയം ചുമലിലേറ്റ് അതിന്റെ പ്രൈസ് പേ ചെയ്ത സ്വർഗത്തിന്റെ ഹല്ലേലൂയ പുത്രന്റെ പേരിലാണ് കടന്നു ചെല്ലുന്നത്. ഇന്നത്തെ രാത്രി ഡോണ്ട് ടേക്ക് യുവർ ലൈഫ് കാഷ്വൽ. നിന്റെ ജീവിതത്തെ, ഹല്ലേലൂയ, സ്തോത്രം, നീ കാഷ്വലായി എടുക്കരുത്. വേറൊരു ഗ്രൂപ്പുണ്ട്, ഹല്ലേലൂയ, ഇതുവരെ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരാത്തവർ. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഹല്ലേലൂയ, സ്തോത്രം, നീ ദൈവവൈതലായിരിക്കാം, കർത്താവിന്റെ സന്നിധിയിൽ ജീവനെ കൊടുത്തവനായിരിക്കാം, കൊടുത്തവളായിരിക്കാം. ഇന്നത്തെ രാത്രി ഒരു പൂർണ്ണ മാനസാന്തരത്തിലല്ല, ലോകത്തെ സ്നേഹിച്ചാണ് നീ ജീവിക്കുന്നതെങ്കിൽ ഇന്നത്തെ രാത്രി നീ തിരിച്ചറിയ, നിന്റെ വില ഏറ്റവും വലിയ വിലയാണ്. ഹല്ലേലൂയ. ഓ, നിന്റെ വില ഈ ഭൂമിയിൽ ഒന്നിനും താരതമ്യം ചെയ്യാൻ കഴിയാത്ത വിലയാണ്. വലിയ വില സ്വർഗം നിനക്ക് വേണ്ടി കൊടുത്തു. ക്രിസ്തുവിൽ വരാത്ത പ്രിയപ്പെട്ടവരാരെങ്കിലും ഇതിന്റെ മധ്യത്തിലുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി നീ കേൾക്കണമേ, നീ ജീവിക്കുന്നത് പാപത്തിന്റെ വഴിയിലാണ്. You are heading to hell. നിത്യനരകത്തിലേക്കുള്ള പാതയിലാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പാപം എത്ര ഭീകരമാണ് ഇന്നത്തെ രാത്രി നീ കേട്ടു. തന്റെ പുത്രൻ പാപിയായ പാപിയുടെ വേഷത്തിൽ തന്റെ പുത്രൻ പാപങ്ങളെ മുഴുവൻ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മേൽ കിടന്നപ്പോൾ അവനോട് ദയ കാണിക്കാത്തവനാണ് അത്യുന്നതനായ ദൈവം. അങ്ങനെയെങ്കിൽ നീ നിന്റെ സ്വയം നീതിയിൽ ക്രിസ്തുവില്ലാതെ ഭൂമി വിട്ട് സ്വർഗത്തിൽ ചെല്ലുന്ന ഒരു അനുഭവം ഒന്ന് ആലോചിച്ച് നോക്ക, എത്ര ഭീകരമാണ്. You may say, brother, are you trying to make me afraid? ഇന്നത്തെ രാത്രി നിങ്ങൾ ചോദിക്കുക, എന്നെ പേടിപ്പിക്കാനാണ് നോക്കുന്നത്? Yes, my friend, you have every reason to be afraid. നീ ഭയപ്പെടാനുള്ള എല്ലാ കാരണവുമുണ്ട്. കാരണം any time you may die. Any time the King of glory may appear in heaven. Any time the world may end, you may not get another opportunity. Come to Christ. Come to Christ.
Find out a remedy today. ഇന്ന് തന്നെ നിന്റെ ജീവിതത്തിൽ ഒരു പരിഹാരം കണ്ടുപിടിക്കുക. Come to Christ. No matter how sinful you are, no matter how wretchedly, wickedly you have lived all these years, in a moment, if you can accept yourself as a sinner, and if you can believe that Christ died for your sin as well, you have the assurance of salvation. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ക്രിസ്തു എല്ലാവരുടെ പാപങ്ങൾക്കും പ്രായശ്ചിത്തമാകുവാൻ സകലരുടെ മുമ്പിൽ ഒരു കാഴ്ച വസ്തുവായി പിതാവ് നിർത്തിയിരിക്കുന്ന വചനം വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് 3:25 റോമർ 3:25 വായിച്ചത്. അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ഹല്ലേലൂയ സ്തോത്രം അവനെ പരസ്യമാക്കി പിതാവ് നിർത്തി. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി കൂടെയാ ക്രിസ്തു കാൽവറിയിൽ മരിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ വിടുതലിന് വേണ്ടി കൂടെയാ ക്രിസ്തു കാൽവറിയിൽ മരിച്ചത്. ഇന്നത്തെ രാത്രി കേട്ട വചനം ഹല്ലേലൂയ സുവിശേഷത്തിന്റെ മർമ്മമാണ്. എന്നെ കേൾക്കുന്ന ദൈവവേദനേ, എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മരണം സകല മനുഷ്യരുടെയും പാപങ്ങളെ മാറ്റുന്നതെന്ന് ഇന്നത്തെ രാത്രി നമ്മൾ കേട്ടു. ഹല്ലേലൂയ സ്തോത്രം. പാപം എത്ര ഭീകരമാണെന്ന് ഇന്നത്തെ രാത്രി കേട്ടു. കഴിഞ്ഞ മെസ്സേജിൽ നമ്മൾ കേട്ടു, ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു നീതി പ്രവൃത്തികൾ സ്വർഗത്തിലെ പിതാവിന്റെ മുമ്പിൽ നമ്മളെ നിർത്തുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. I would request you all to listen one more time the last message which was preached. കഴിഞ്ഞ മെസ്സേജ് ഒരു പ്രാവശ്യം കൂടെ കേൾക്കണമെന്ന് ദൈവമക്കളെ നിങ്ങളോട് ഞാൻ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ ആവശ്യപ്പെടുക. കാരണം you can do nothing to please God. You can do nothing to please God outside the sacrifice of Jesus Christ. Cross of Christ is the good news for you. Cross of Jesus Christ is the good news for the world. Hallelujah. And the power of the cross of Christ is mightier than any power in this whole universe. That can deliver you. That can redeem you. That can change you in a moment. That can lift you up from the hell to heaven. That can make you in a moment. You are being a sinner. He can change you from a sinner to saint. Hallelujah. ഇന്നത്തെ രാത്രിക്കാലം കേട്ട നല്ല വചനത്തിനാണ് കർത്താവിനെ നന്ദി പറയാം. സ്വർഗ്ഗം നമുക്ക് വേണ്ടി ചെയ്ത വലിയ I don't know how good I was in presenting this great truth before you. ഈ വലിയ സത്യം നിങ്ങളോട് പ്രസംഗിക്കാൻ എത്രമാത്രം എനിക്ക് കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ അറിയുന്നു, സ്വർഗ്ഗം ഈ വചനത്തിന് സാക്ഷിയാണ്. അവൻ ചെയ്ത ശ്രേഷ്ഠകരമായ പ്രവൃത്തിയാണ് എന്റെ ബലഹീനതയിൽ നിന്നുകൊണ്ട് ദൈവവേദനയെ ഞാൻ പ്രസംഗിച്ചത്. ക്രിസ്തു നിനക്ക് വേണ്ടി ചെയ്തു ഇന്നത്തെ രാത്രി. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ ഒന്ന് പുനഃപ്രതിഷ്ഠിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം വിട്ട് കടന്നു ചെല്ലുമ്പോൾ സ്വർഗം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. Did you obey me or not? Did you choose me or not? ഈ ലോകത്തിൽ എന്നെ നീ തിരഞ്ഞെടുത്തോ? ഈ ലോകത്തിൽ എനിക്ക് വേണ്ടി നീ ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ദൈവത്തോടുകൂടി ജീവിച്ചവൻ സ്വർഗത്തിൽ ദൈവത്തോടുകൂടി ജീവിക്കും. ഈ ഭൂമിയിൽ ദൈവത്തോട് എതിർത്ത് ജീവിച്ചവൻ സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ കാണുകയില്ല. നിത്യയുഗം നിത്യയുഗം. Hallelujah. Infinite time, eternity. You will be in heaven. Praise the Lord. നമ്മുടെ ജീവിതത്തിൽ ആർക്കും അങ്ങനെ ഒരു റിഗ്രറ്റ് ഉണ്ടാകാതിരിക്കട്ടെ. Praise the Lord. Hallelujah. കർത്താവിന്റെ സന്നിധിയിൽ